പ്രോമിസ് കൊടുക്കാം. പക്ഷെ ഇതുപോലുള്ള കുഞ്ഞുകുറിപ്പുകൾ പ്രോമിസ് കൊടുക്കാതിരിക്കുന്ന നല്ലത്. ഏതോ ഒരു അസുലഭ നിമിഷത്തിൽ കൊടുത്തുപോയ പ്രോമിസിൻ്റെതാണ് ഞാൻ അനുഭവിക്കുന്നത്. കാര്യമൊന്നല്ല, അവൾക്ക് അവളുടെ ദീദിയുടെ വീട്ടിൽ പോയേ പറ്റൂ. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട കാടും എന്തൊക്കെ അവൾ പറിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇത് എല്ലാവർക്കും ഒരു നോസ്റ്റു ആണല്ലേ. അങ്ങനെ കയറി ചെന്ന പാടത്തന്നെ നമ്മൾ നേരെ കുളത്തിന്റെ അടുത്തേക്കാണ് കേട്ടോ നേരെ പോയിട്ടുള്ളത്. അങ്ങനെ ചെന്ന പാടത്തന്നെ എന്തൊക്കെയോ കോപ്രായങ്ങൾ ഏതായാലും ഒരു 100 ബെല്ല് ഒപ്പടിച്ചോണ്ട് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്നിട്ടോ. ചെന്ന പാടത്തന്നെ ഇതാ നമ്മുടെ ദീദിക്കുട്ടി സ്കൂൾ വിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ നേരെ കുളിച്ച് ഫ്രഷ് ആയി അവർ രണ്ടുപേരും നേരെ കടയിലോട്ട് പോവുകയാണ് കേട്ടോ. അവർ തമ്മിൽ കണ്ടുള്ള ഏക ഒരുമ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. രണ്ടുപേർക്കും മിഠായിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ രണ്ടുപേരും നേരെ ഇറങ്ങിയിട്ടുണ്ട്. കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് സ്പോർട്സ് കഴിഞ്ഞ ഹാങ് ഓവർ നന്നായിട്ട് മുഖത്തുണ്ട് കേട്ടോ. ഏതായാലും രണ്ടുപേരും മിഠായി വാങ്ങാന്നുള്ളത് പറഞ്ഞപ്പോൾ പിന്നെ ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ചെന്ന പാടത്തന്നെ ബിങ്കോ 2 എണ്ണം വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് മാറ്റി രണ്ടുപേർക്ക് 2 എണ്ണം വേണമെന്നുള്ള പച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റേക്ക് മഞ്ഞ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് അടി. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ആരോ ചെയ്ത പുണ്യം പോലെ ഇതാണ് രണ്ടുപേരും ഒരുവിധ സോൾവ് ആക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് പച്ചയും ഒരാൾക്ക് മഞ്ഞ എന്നുള്ളത് രണ്ടുപേരും അങ്ങനെ ഷെയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഏതായാലും അതൊരുവിധം സോൾവ് ആയെന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത വില്ലനായിട്ട് അത് ഓർബിറ്റ് വരുന്നത്. അതും 2 കളറായിരുന്നു. ഏതായാലും ഇപ്രാവശ്യം ഏകദേശം ഒരു നല്ലൊരു ധാരണയിലെത്തി. അതും തന്നെ സോൾവ് ആയിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ചേച്ചി പൊണ്ണും അനിയത്തിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സീ യു.